നമസ്കാരം. കഴിഞ്ഞ ദിവസം ശബരിമലയിലെ 77, 61, 43 എന്ന റിസീറ്റ് നമ്പറിൽ ഒരു വഴിപാട് നേർന്നു. മുഹമ്മദ് കുട്ടി, വിശാഖ നക്ഷത്രം, ഉഷപൂജ. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാലാണ് ആ വഴിപാട് നേർന്നത്. എവിടെ നിന്നെങ്കിലും നേരല്ല. അദ്ദേഹം ശബരിമലയിൽ ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ മല ചവിട്ടി പടികൾ ഓരോന്നും 18 പടികളും തൊട്ട് നമസ്കരിച്ച് അദ്ദേഹം ആ ധർമ്മശാസ്താവിനെ കണ്ട് ആത്മാവിൽ ഉള്ളുരുകി തൻ്റെ ആത്മസുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം ആത്മാർത്ഥതയുള്ള രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സമീപകാലത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സൗഹൃദങ്ങൾ ഇല്ല എന്നല്ല, മോഹൻലാലിന്റെയും അതുപോലെ മമ്മൂട്ടിയുടെയും സുഹൃത്തായി സിദ്ദീഖ് കൂടി ഉണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഏകദേശം സമകാലിക സമയത്ത് തന്നെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് ഒരേപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവസരങ്ങൾ കാത്തു നിന്ന് കയറി പടിപടിയായി കയറി വന്ന് ഇന്ന് മലയാള സിനിമയുടെ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും അവരുടെ സൗഹൃദത്തിന് അന്നും ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മമ്മൂട്ടിക്ക് ശാരീരികമായി കുറച്ച് പ്രയാസമുണ്ടെന്നും ഗുരുതരമായ ചില രോഗങ്ങളുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു തുടക്കമാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹത്തിന്റെ ചികിത്സ നടക്കുന്നുണ്ട് എന്നും ഒക്കെ പല രീതിയിൽ തർക്ക വിതർക്കങ്ങളും പല വിവാദങ്ങളും ഒക്കെയായി മലയാള മാധ്യമ രംഗത്തും അതുപോലെ സോഷ്യൽ മീഡിയ രംഗത്തും സംസാരിക്കുമ്പോൾ പലരും വലിയ വിവാദങ്ങളിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു സൗഹൃദത്തിന്റെ ഒരു ഊഷ്മളത വരുന്നത് എന്നത് അത്യന്തം ഒരു മാതൃകയാണ് എന്നതാണ് വാസ്തവം. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോഹൻലാലിന്റെ ആ ദൃശ്യങ്ങൾ. Different angles. Don't forget to subscribe and support this channel.